നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾദോ, ഈവൻ ദോ, തോ എന്നീ 3 വേർഡുകളെ പറ്റിയാണ്. ഈ വേർഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നേറ്റീവ് സ്പീക്കറിൽ സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 3 വേർഡുകളാണ്. അപ്പോൾ അവയുടെ മീനിങ് എന്താണ്, അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആൾദോ, ഈവൻ ദോ, തോ. ആദ്യം തന്നെ നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവുകയാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞായിരിക്കും ഞാൻ ഓരോന്നിൻ്റെ ആശയം, അതായത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഒന്നാമത്തത്, ആൾദോ ദ വെദർ വാസ് ബാഡ് വി ഹാഡ് എ ഗുഡ് ടൈം. കാലാവസ്ഥ മോശമായിരുന്നിട്ടും വി ഹാഡ് എ ഗുഡ് ടൈം, ഞങ്ങൾക്ക് നല്ലൊരു സമയം കിട്ടി, അതായത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്ന് ഒരാൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിന് മലയാളത്തിലുള്ളൊരു ആശയം നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരാളിങ്ങനെ പറയുകയാണ്, അതായത് കാലാവസ്ഥ മോശമായിരുന്നിട്ടും ഞങ്ങൾക്ക് നല്ലൊരു സമയം കിട്ടി, ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ചത് കാലാവസ്ഥ മോശമായിരുന്നെങ്കിൽ അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വി ഹാഡ് എ ഗുഡ് ടൈം. അപ്പോൾ ഈ ഒരു രീതിയിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾദോ അല്ലെങ്കിൽ ഈവൻ ദോ അല്ലെങ്കിൽ തോ നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. അപ്പോൾ ആൾദോയുടെ ആ ഒരു ആശയം അത് ഞാൻ സെൻറ്റൻസിൽ അതിൻ്റെ മലയാളത്തിൽ ആശയം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറയാം, ആൾദോ ദ വെദർ വാസ് ബാഡ് വി ഹാഡ് എ ഗുഡ് ടൈം. കാലാവസ്ഥ മോശമായിരുന്നിട്ടും ഞങ്ങൾക്ക് നല്ലൊരു സമയം കിട്ടി എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം കാലാവസ്ഥ മോശമായിരുന്നിട്ടും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആൾദോ ചേർത്തിരിക്കുന്നത്. ആൾദോയും ഈവൻ ദോയും തോയും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അതേ സെൻറ്റൻസ് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. 2 രീതിയിൽ ഞാൻ പറയാൻ പോവുകയാണ്. അതായത് രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് വി ഹാഡ് എ ഗുഡ് ടൈം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് ആദ്യം ചേർത്തും പറയാം. അതാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്, വി ഹാഡ് എ ഗുഡ് ടൈം ആൾദോ ദ വെദർ വാസ് ബാഡ്. ഇങ്ങനെയും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ വളരെ കോമൺ ആയിട്ട് ആൾദോ ആദ്യം ചേർത്തായിരിക്കും ആളുകൾ സംസാരിക്കാറുള്ളത്. ഇങ്ങനെയും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്, അതിവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഗ്രാമാറ്റിക്കലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാമർ പഠിക്കുന്നവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നവർ പേരൊക്കെ ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ക്ലോസിനെ, അതായത് ആൾദോ ദ വെദർ വാസ് ബാഡ്, ആ ഒരു ക്ലോസിനെ, ആ ഒരു സെക്ഷനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. രണ്ടാമത്തെ സെക്ഷനെ വി ഹാഡ് എ ഗുഡ് ടൈം എന്നുള്ള ആ സെക്ഷനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. അതേപോലെ ഡിപ്പെൻഡൻറ്റ് ക്ലോസിലുള്ള ആൾദോയെ നമ്മൾ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയും. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ആൾദോ, ഈവൻ ദോ, തോ എന്നിവയെ നമ്മൾ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. നിങ്ങൾ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും, സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പേര്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാവുന്നവർ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങ് വിട്ടേക്കുക. നിങ്ങൾ ആൾദോ, ഈവൻ ദോ, തോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ ആൾദോയും തോയും ഈവൻ ദോയും യൂസ് ചെയ്യുന്നൊരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ആൾദോ ദ വെദർ വാസ് ബാഡ് വി സ്റ്റിൽ ഹാഡ് എ ഗുഡ് ടൈം. അവിടെ ഞാൻ സ്റ്റിൽ എന്ന് പറഞ്ഞ വേർഡൊന്ന് ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സെയിം സെൻറ്റൻസ് തന്നെയാണ്. ആൾദോ ദ വെദർ വാസ് ബാഡ് വി സ്റ്റിൽ ഹാഡ് എ ഗുഡ് ടൈം. അവിടെ സ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന രാശിയം എന്ന് വെച്ചാൽ അതൊന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നല്ല സമയം കിട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നൊരാശയത്തെ ഒന്ന് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നേറ്റീവ് സ്പീക്കറിൽ സ്റ്റിൽ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഈവൻ ദോ ചേർത്തും പറയാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒരേ ആശയമാണ് ഉള്ളത്. ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഈവൻ ദോയും ചേർത്തും പറയാം. അതാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഈവൻ ദോ ദ വെദർ വാസ് ബാഡ്, കാലാവസ്ഥ മോശമായിരുന്നിട്ടും വി സ്റ്റിൽ ഹാഡ് എ ഗുഡ് ടൈം, ഞങ്ങൾക്ക് നല്ലൊരു സമയം കിട്ടി, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ആൾദോയ്ക്ക് പകരം ഈവൻ ദോയും നമുക്ക് ചേർത്ത് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ആശയത്തിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈവൻ ദോ ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ആശയത്തിന്, അതായത് ആ ഒരു ഡിഫറൻസിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ 2 സെൻറ്റൻസും 2 ആശയമല്ലേ, 2 ഐഡിയയല്ലേ. ഒന്നിന് അദ്ദേഹം പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടല്ലേ അവിടെ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ആ ആശയത്തിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവൻ ദോ ചേർത്ത് നമ്മൾ സംസാരിക്കാറ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൊടുത്ത് പറയണമെങ്കിൽ, അതായത് കാലാവസ്ഥ മോശമായിരുന്നിട്ടും അതിനൊരു കുറച്ചുകൂടെ ഒരു ആശയം സ്ട്രെങ്ത് കൊടുത്ത് പറയണമെങ്കിൽ ഈവൻ ദോ ദ വെദർ വാസ് ബാഡ്, അതിനൊരു സ്ട്രെങ്ത് കൊടുത്ത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ദോ ചേർത്ത് പറയാം. അപ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈവൻ ദോ ദ വെദർ വാസ് ബാഡ് വി സ്റ്റിൽ ഹാഡ് എ ഗുഡ് ടൈം, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആൾദോയ്ക്ക് പകരം നമുക്ക് ഈവൻ ദോയും ചേർക്കാം. ഈവൻ ദോയുടെ ആശയം എന്തെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കി ആ ആശയത്തെ കുറച്ചുകൂടെ, ആ ഒരു ഡിഫറൻസിനെ കുറച്ചുകൂടെ കൂട്ടി അതിനെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുകയാണ്, കുറച്ചുകൂടെ കൂട്ടി പറയുകയാണ്, അത്രയേ ഉള്ളൂ.
അപ്പം ഈവൻ തോയുടെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഈവൻ തോ എങ്ങനെ ഉപയോഗിക്കുന്നു പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൾദോ പോലെ തന്നെയാണ് ഈവൻ തോയും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈവൻ തോ വെച്ച് പറയുമ്പോൾ നമ്മൾ ആ ഒരു പറയുന്നതിൻ്റെ ഒരു ശൈലി, അതായത് എംഫസൈസ് ചെയ്യുന്നതിൻ്റെ ശൈലി ഒന്ന് കൂടും. അത്രയുമേ ഉള്ളൂ. നെക്സ്റ്റ്, ഈവൻ ദോ ഷീ ഈസ് ഓൺലി 16 ഷീ ഹാസ് എ ഫുൾ ടൈം ജോബ്. അവൾക്ക് 16 വയസ്സേ ഉള്ളെങ്കിലും അവൾക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് ഒരാൾ 16 വയസ്സുള്ളൊരു കുട്ടിയെ നോക്കി പറയുന്നതാണ് അവളൊരു ഫുൾ ടൈം ജോലി ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയിൽ 16 വയസ്സുള്ളവരാരും ഫുൾ ടൈം ജോബ് ചെയ്യാറില്ല, അവർ സ്കൂളിൽ പോകുന്ന ഏജാണ്. പക്ഷേ അവൾ ഫുൾ ടൈം ജോബ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈവൻ ദോ ഷീ ഈസ് ഓൺലി 16 16 വയസ്സേ ഉണ്ടെങ്കിലും ഷീ ഹാസ് എ ഫുൾ ടൈം ജോബ്, അവൾക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട് എന്നവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ ഈവൻ ദോ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ആശയം എന്ന് വെച്ചാൽ അതിനൊന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, അവൾക്ക് 16 വയസ്സേ ഉള്ളെങ്കിലും എന്ന് അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതേ സെൻറ്റൻസിനെ നമുക്ക് ആൾദോയും ചേർത്ത് പറയാം, ഒരു കുഴപ്പമില്ല. ആൾദോ ഷീ ഈസ് ഓൺലി 16 ഷീ ഹാസ് എ ഫുൾ ടൈം ജോബ്, അവൾക്ക് 16 വയസ്സേ ഉള്ളെങ്കിലും അവൾക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ആൾദോ ചേർത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ എംഫസൈസിൻ്റെ അളവൊന്ന് കുറയും, നോർമലായിട്ട് പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും. അത്രയുമേ ഉള്ളൂ. ഇനി ആൾദോയ്ക്ക് പകരം നമുക്ക് തോ ചേർത്തും അതേ സെൻറ്റൻസ് പറയാം, ഒരു കുഴപ്പമില്ല. തോയും ആൾദോയും സെയിം ആശയമാണ് നൽകുന്നത്, സെയിം എംഫസൈസിൻ്റെ അളവാണ് അത് രണ്ടും. അതായത് ആൾദോയ്ക്ക് പകരം നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകൾ തോ ചേർത്ത് സംസാരിക്കുന്നത് കാണാം. അതേ സെൻറ്റൻസിനെ ഞാൻ തോ ചേർത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്. തോ ഷീ ഈസ് ഓൺലി 16 16 വയസ്സേ ഉള്ളെങ്കിലും ഷീ ഹാസ് എ ഫുൾ ടൈം ജോബ്, അവൾക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട് എന്ന് പറയുക. അപ്പോൾ തോ ചേർത്തും പറയാറുണ്ട്, പക്ഷേ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൾദോ ചേർത്താണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, the pizza has been out of the oven for an hour, it's still hot. അപ്പോൾ തോ നമ്മൾ എപ്പോഴാണ് കോമൺ ആയിട്ട് വളരെയധികം കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തോ നമ്മൾ സെൻറ്റൻസുകളുടെ അവസാനം പറഞ്ഞാണ് നമ്മൾ കൂടുതലായിട്ട് തോ ചേർത്ത് പ്രത്യേകിച്ച് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഓർത്ത് വെച്ചിരിക്കുക. തോ സെൻറ്റൻസുകളുടെ അവസാനം വരുന്ന രീതിയിലായിരിക്കും നേറ്റീവ് സ്പീക്കേഴ്സ് തോ ചേർത്ത് സംസാരിക്കാറുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബട്ട് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം, പക്ഷേ എന്ന് നമ്മൾ പറയത്തില്ല, BUT ബട്ട്, ആ ഒരു ആശയം കൊടുത്താണ് ഇവിടെ തോ എഴുതിയിരിക്കുന്നത്. ദ പിസ്സ ഹാസ് ബീൻ ഔട്ട് ഓഫ് ദ ഓവൻ ഫോർ ആൻ അവർ, അതായത് പിസ്സ ഓവൻ്റെ പുറത്ത് മണിക്കൂറുകളായിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് സ്റ്റിൽ ഹോട്ട് തോ, എന്നാലും അതിന് ഇപ്പോഴും ചൂടുണ്ട് എന്ന് അവിടെ പറയുക. അതായത് എന്നാലും അല്ലെങ്കിൽ പക്ഷേ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ അല്ലെങ്കിൽ ബട്ട് എന്നിങ്ങനെ ഈ ഒരു ആശയത്തിൽ നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് തോ ചേർത്ത് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് സെൻറ്റൻസുകളുടെ അവസാനം ഓർത്ത് വെച്ചിരിക്കാം. അതേപോലെ തന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ വളരെ സ്പീഡിലായിരിക്കും പറയുന്നത്. തോ ചിലപ്പോൾ നമുക്ക് കേട്ടില്ലെന്ന് വരും, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവർ തോയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, വളരെ സ്പീഡിലായിരിക്കും ഈ ടൈപ്പിലുള്ള സെൻറ്റൻസുകൾ അവർ പറയുന്നത്. ഇനി ആൾദോയും ഈവൻ തോയും നമ്മൾ ആഫ്റ്റർ തോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആഫ്റ്റർ തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഒന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടെ നമ്മൾ ചേർത്ത് സംസാരിക്കാറില്ലേ, അങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾദോ തോ ഈവൻ തോയും നമ്മൾ ചേർക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ആൾദോ ദിസ് ബുക്ക് ഈസ് ഓൾഡ്, ഈ ബുക്ക് പഴയതായിരുന്നാലും ഇറ്റ്സ് വെരി യൂസ്ഫുൾ, ഇത് വളരെ യൂസ്ഫുള്ളാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഒരാൾ പറയുന്നതാണ് ആൾദോ ദിസ് ബുക്ക് ഈസ് ഓൾഡ്, ഈ ബുക്ക് പഴയതായാലും ഇറ്റ്സ് വെരി യൂസ്ഫുൾ, ഇത് വളരെ യൂസ്ഫുള്ളായ ബുക്കാണെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ തോ ഇറ്റ് ഈസ് ഓൾഡ്, അതായത് അവിടെ തോ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ, ഈ ബുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ്. തോ ഇറ്റ്സ് ഓൾഡ്, എന്നാലും അതായത് പക്ഷേ എന്നൊരാശയമാണ് അവിടെ തോ കൊടുത്തിരിക്കുന്നത്. ബട്ട് എന്നുള്ള പറഞ്ഞ വേറൊരു ആശയമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും അല്ലെങ്കിൽ പക്ഷേ ഇറ്റ്സ് ഓൾഡ്, ഇത് വളരെ പഴയതാണെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഇതൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്, നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെ ഇങ്ങനെയും പറയാറുണ്ട്, ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ ഇറ്റ്സ് ഓൾഡ് തോ, അതായത് തോ അവസാനം ചേർത്തും പറയാറുണ്ട്. അതായിരിക്കും കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ ഇറ്റ്സ് ഓൾഡ് തോ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തോ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ വളരെ സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്, കേൾക്കാൻ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടുന്നതാണ്. നെക്സ്റ്റ്, അതേപോലെ തന്നെ ഇതേ സെൻറ്റൻസിനെ നമുക്ക് ഈവൻ തോയും ചേർത്ത് പറയാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ബുക്ക് ഈസ് യൂസ്ഫുൾ ഈവൻ ദോ ഇറ്റ്സ് ഓൾഡ്, ഈ ബുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈവൻ ദോ ഇറ്റ്സ് ഓൾഡ്, അതായത് ഈ ബുക്ക് പഴയതായാലും വളരെ യൂസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം അത്രയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം ആൾദോയും ഈവൻ തോയും തോയും എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത്രയുമാണ് ആൾദോയും ഈവൻ തോയും തോയും യൂസ് ചെയ്യുന്നൊരു ഐഡിയ. വളരെ സിമ്പിളാണ്. ആൾദോയും തോയും സിമിലാർ മീനിങ് ആണ്.
അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ തോ നമ്മൾ ചേർത്ത് സംസാരിക്കുമ്പോൾ സെൻറ്റൻസുകളുടെ അവസാനം ചേർത്തായിരിക്കും പൊതുവെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കാറുള്ളത്. സെൻറ്റൻസുകൾ ആദ്യം ചേർത്ത് പറയുന്നത് വളരെ കുറവാണ്, അവസാനം ചേർത്ത് പറയുന്നതായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. ഈവൻ തോയുടെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ആൾദോയും തോയും തമ്മിലുള്ളൊരു തോയിൽ നിന്നും ഈവൻ തോ വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല. അതായത് ആൾദോ വെച്ച് യൂസ് ചെയ്യുന്ന അതേ സെൻറ്റൻസ് നമുക്ക് ഇന്ന് ഈവൻ തോയും ചേർത്ത് സംസാരിക്കാം. പക്ഷേ ഈവൻ തോ ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത്, പറയുന്നതിൻ്റെ സ്ട്രെങ്ത് ഒന്നും കൂടത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അതിൻ്റെ ആശയം. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ആൾദോ ഇറ്റ്സ് റെയിനിങ് ഐ ആം ഗോയിങ് ടു ദ പാർക്ക് എനിവേ. മഴ പെയ്താലും ഐ ആം ഗോയിങ് ടു ദ പാർക്ക് എനിവേ. ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നൊരാൾ പറയുന്ന സെൻറ്റൻസ് ആണ്. പാർക്കിലോട്ട് പോകുന്ന ഒരാൾ പറയുകയാണ് ആൾദോ ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്താലും മീൻസ് മഴ പെയ്തുകൊണ്ടിരുന്നാലും ഐ ആം ഗോയിങ് ടു ദ പാർക്ക് എനിവേ, ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു ദ പാർക്ക് ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ്. അതേ സെൻറ്റൻസ് തന്നെയാണ്, ഞാൻ ഈവൻ ദോ ചേർത്ത് പറഞ്ഞിരിക്കുന്നുള്ളൂ. ഐ ആം ഗോയിങ് ടു ദ പാർക്ക് ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്താലും ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ് ഐ ആം ഗോയിങ് ടു ദ പാർക്ക്. അവിടെ ഞാൻ ഈവൻ ദോ ആദ്യം ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. മഴ പെയ്താലും ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ദ പാർക്ക്? നിങ്ങൾ പാർക്കിലോട്ട് പോവുകയാണോ? യെസ്, ഐ ആം ഗോയിങ് ടു ദ പാർക്ക് ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്താലും ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഐ ആം സിക്ക്. എനിക്ക് വയ്യെങ്കിലും പനിയാണെങ്കിലും ഞാൻ വർക്കിന് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. അതായത് ജോലിക്ക് പോകാൻ ഇറങ്ങിയ ഒരാൾ പറയുന്നൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഈസ് ഷീ ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഷീ ഈസ് സിക്ക്. അവൾക്ക് വയ്യെങ്കിലും അവൾ ജോലിക്ക് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഷീ ഈസ് ഗോയിങ് ടു വർക്ക് ഈവൻ ദോ ഷീ ഈസ് സിക്ക്. അതായത് അവൾ വയ്യെങ്കിലും അവൾ ജോലിക്ക് പോവുകയാണ് എന്ന് അവിടെ ആൻസർ കൊടുക്കുകയാണ്. നെക്സ്റ്റ്, ആൾദോ ഐ ആം സിക്ക് ഐ ആം സ്റ്റിൽ ഗോയിങ് ടു വർക്ക്. അവിടെ ആൾദോ ചേർത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് പനിയായാലും ഞാൻ വർക്കിന് പോവുകയാണ് എന്ന് അവിടെ പറയുകയാണ്. സ്റ്റിൽ അവിടെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം യൂസ് ചെയ്യുന്നത് കാണാം. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ എനിവേ ഒക്കെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തോ ഇറ്റ്സ് റെയിനിങ്, ഇത് മഴ പെയ്താലും ഐ ആം സ്റ്റിൽ ഗോയിങ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. തോ ചേർത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. തോ ചേർത്ത് അങ്ങനെ പറയാൻ ചാൻസ് കുറവാണ്. ആൾദോ ചേർത്ത് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് കൂടുതൽ. തോ ഇറ്റ്സ് റെയിനിങ് ഐ ആം സ്റ്റിൽ ഗോയിങ് ടു ദ പാർക്ക്. മഴ പെയ്താലും ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഐ വാണ്ട് ടു ബൈ സം പിസ്സ ഐ ഡോണ്ട് ഹാവ് എനി മണി തോ. ഇവിടെ തോ അവസാനം ചേർത്ത് പറയുകയാണ്. ഒരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഒരാൾ പറയുകയാണ് ഐ വാണ്ട് ടു ബൈ സം പിസ്സ, എനിക്ക് കുറച്ച് പിസ്സ മേടിക്കണം. ഐ ഡോണ്ട് ഹാവ് എനി മണി തോ. അതായത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ്. പക്ഷേ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തോ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതിലോട്ട് പക്ഷേ എന്നൊരാശയത്തിന് വേണ്ടി, ബട്ടിന് വേണ്ടിയിട്ട് തോ യൂസ് ചെയ്യാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓർത്തിരിക്കുക. ഐ വാണ്ട് ടു ബൈ സം പിസ്സ, എനിക്ക് കുറച്ച് പിസ്സ മേടിക്കണം. ഐ ഡോണ്ട് ഹാവ് എനി മണി ദോ, പക്ഷേ എൻ്റെ കയ്യിൽ മണിയൊന്നുമില്ല, ക്യാഷൊന്നുമില്ല എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഐ ആം ഹംഗ്രി ഡു യു വാണ ബൈ സം പിസ്സ. എനിക്ക് ഭയങ്കര വിശപ്പാണ്. ഡു യു വാണ ബൈ സം പിസ്സ, അത് ഒരാളോട് ചോദിക്കുകയാണ്. ഡു യു വാണ ബൈ സം പിസ്സ, അതായത് നിനക്ക് പിസ്സ മേടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാണ എന്ന് പറയുന്നത് വാണ്ട് ടു ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. വാണയുടെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. വാണ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്ന ഒരു മെത്തഡാണ്, പ്രത്യേകിച്ച് നേറ്റീവ് സ്പീക്കേഴ്സ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ഒരാളോട് ചോദിക്കുകയാണ് ഡു യു വാണ ബൈ സം പിസ്സ മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരാളോട് ചോദിക്കുകയാണ്. ഐ വാണ ബൈ സം പിസ്സ ഐ ഡോണ്ട് ഹാവ് എനി മണി തോ. എനിക്ക് പിസ്സ മേടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് അദ്ദേഹം അവിടെ തോ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. തോ അവസാനം ചേർത്ത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ തോ നിങ്ങൾക്ക് രണ്ട് സെൻറ്റൻസുകൾ പറയാതെ ഒറ്റ സെൻറ്റൻസിൽ മറുപടി കൊടുക്കുന്ന കേൾക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് നേറ്റീവ് സ്പീക്കേഴ്സ്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയാം, ഒരു കോൺവെർസേഷൻ എക്സാമ്പിൾ സെൻറ്റൻസ് പറയാം. ഹേ വി ആർ ഓൾ ഗോയിങ് ടു ദ പാർക്ക്. ഒരാളോട് പറയാണ് ഞങ്ങളെല്ലാവരും പാർക്കിലോട്ട് പോവുകയാണെന്ന് ഒരാളോട് പറയുകയാണ്. അപ്പം മറ്റേ ആൾ പറയാണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹോട്ട് തോ, പക്ഷേ ഭയങ്കര ചൂടാണ്, അതായത് അവിടെ ഭയങ്കര ചൂടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് അവിടെ ഒറ്റ സെൻറ്റൻസേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഐഡിയ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഒരാൾ അദ്ദേഹത്തെ പാർക്കിൽ പോകാൻ വിളിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹോട്ട് തോ, അവിടെ ചൂടാണെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം അവിടെ പറയുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ചൂടെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, അദ്ദേഹം വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നതും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അപ്പം ഇത് ഓർത്ത് വെച്ചിരിക്കുക.
അപ്പം ആൾദോയും ഈവൻ ദോയും തോയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇനി ആൾദോയും ഈവൻ ദോയും തോയും ഒന്നും കേട്ട് പേടിക്കരുത്. എന്താണ് ആൾദോ ഈവൻ ദോ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ആശയം യൂസ് ചെയ്യുന്നതിന് ഒന്ന് മാറി നിൽക്കുന്നത്. മീൻസ് ആ എംഫസൈസ് ചെയ്തതിൻ്റെ അളവ് ഈവൻ ദോ ചേർത്ത് പറയുമ്പോൾ ഒന്ന് കൂടും. അതേപോലെ തന്നെ തോ മിക്കപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സ് സെൻറ്റൻസുകളുടെ അവസാനം ചേർത്ത് പറയാറുണ്ട്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.